2025 ജനുവരി മാസം എന്ന് പറഞ്ഞാണ് പോയത്. എല്ലാം കഴിഞ്ഞ വർഷം എബ്രഹാം ഓസ്ലർ എന്ന ബ്ലോക്ക് ബസ്റ്ററിലൂടെയാണ് ആ വർഷം തുടങ്ങിയതെങ്കിൽ ഈ വർഷം ഒരു യൂത്തൻ വന്ന് കൊല തൂക്കിയാണ് ജനുവരി മാസത്തോട് ബൈ പറഞ്ഞു പോയത്. 2000 മില്ലേനിയത്തിൽ ആ വർഷത്തെ അല്ലെങ്കിൽ ആ മില്ലേനിയത്തിലെ അല്ലെങ്കിൽ ആ നൂറ്റാണ്ടിലെ ആദ്യ സിനിമയായി മില്ലേനിയം സ്റ്റാർസ് എന്ന മലയാള ചിത്രം രാത്രി 12:01 ഇറങ്ങി പൊട്ടിയ ശേഷം പൊതുവെ മലയാള സിനിമയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും വർഷത്തിൽ ആദ്യം റിലീസ് ചെയ്യുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആവും. ആ അന്ധവിശ്വാസത്തെ തകർത്ത ചില സിനിമകളും ഹിറ്റ് ആയിട്ടുണ്ട്. ബട്ട് இருந்தாലും ഇപ്പോഴും ആ അന്ധവിശ്വാസം തുടരുന്നു. ആ അന്ധവിശ്വാസത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ് 2025 ആരംഭിച്ചത്. 1-2 നല്ല സിനിമകളും വന്നു പോയി ഈ ജനുവരി മാസത്തിൽ. അങ്ങനെ ഈ വർഷം ആദ്യം ഇറങ്ങിയതും ഫ്ലോപ്പായതും ഹിറ്റായതും സൂപ്പർ ഹിറ്റായതുമായ സിനിമകൾ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ട് ആ സിനിമകൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇങ്ങനൊരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് അങ്ങനെ നമ്മുടെ വീഡിയോസിലൊന്നും അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഇനി മുതൽ അത് ഇവിടെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ സമയങ്ങളതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഐഡന്റിറ്റി. ഫോറൻസിക് എന്ന ചിത്രത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിച്ചു വന്ന ചിത്രമായിരുന്നു ഐഡന്റിറ്റി. ടൊവിനോ തോമസിന്റെ ARM എന്ന വമ്പൻ വിജയത്തിന് ശേഷം വന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ തമിഴിൽ നിന്നും തൃഷ കൂടി ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോൾ ആ ഹൈപ്പ് ഇരട്ടിയായി. ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് അതായത് അഖിൽ പോളും അനസ് ഖാനും ഗംഭീര മേക്കേഴ്സ് ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അത് കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്ക്രിപ്റ്റ് അത് അന്നും ഇന്നും ഒരു ശരാശരി നിലവാരം മാത്രമേ പുലർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പേരുകേട്ട മലയാള സിനിമയിൽ മറ്റൊരു അന്ധവിശ്വാസം കൂടി വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. ഈ വർഷത്തെ ആദ്യ റിലീസായി വമ്പൻ ബഡ്ജറ്റിൽ അത്യാവശ്യം ഹൈപ്പോട് കൂടി വന്ന ഐഡന്റിറ്റി ഈ വർഷത്തെ ആദ്യ തിയേറ്റർ ഫ്ലോപ്പായി മാറി. നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ മേക്കിംഗ് ഒക്കെ ഗംഭീരമായിരുന്നെങ്കിലും സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് ഒരു പ്രധാന കാരണം. നമുക്കറിയാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ തിരക്കഥാകൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ക്ലാസ് എടുക്കൽ സീനുകൾക്ക് സിനിമയുടെ തിരക്കഥയിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കഥ ഇങ്ങനെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇനി സ്വല്പം ഇൻഫർമേഷൻ ആകാമെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ അങ്ങോട്ട് കയറി വരുന്നു. ആ ഇൻഫർമേഷൻസ് ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരുന്നു. പക്ഷേ സിമ്പിളായ ഒരു കഥയെ അനാവശ്യമായി കോംപ്ലിക്കേറ്റ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനിപ്പിച്ച പോലെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ കാലത്തും പെൺപിള്ളേര് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന വില്ലന്മാരൊക്കെ അത്യാവശ്യം ക്രിഞ്ചായിരുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് ദൃശ്യം ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു എക്സ്ട്രീമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴേ തന്നെയും ഏകദേശം ഔട്ട്ഡേറ്റഡ് ആയ ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ജയറാമേട്ടന്റെ പാപ്പമ്മ സീനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരു സീൻ ടോവിനോയ്ക്ക് വേണ്ടിയും നല്ല വെടിപ്പായിട്ട് പണി വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം അടിച്ചെറിഞ്ഞ ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. He is a sky marshal. അൾട്ടിമേറ്റ് ക്രിഞ്ച്. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. പക്ഷേ ഇത്രയൊക്കെ പാളിച്ചകളുണ്ടെങ്കിലും പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി സമ്മതിച്ചേ മതിയാവും. മലയാള സിനിമയിൽ ഇന്നേ വരെ വന്നിട്ടുള്ളതിൽ പക്ക റിച്ച് ഫീൽ തരുന്നൊരു പടം കൂടിയായിരുന്നു ഐഡന്റിറ്റി. അതിപ്പോ ഫ്രെയിമുകളിലായാലും BGMിലായാലും ആർട്ട് വർക്കിലായാലും ഒക്കെ പഴയ ശങ്കർ KV ആനന്ദ് സിനിമകളുടെയൊക്കെ ലെവലിൽ നിൽക്കുന്ന ഒരു റിച്ച് പ്രൊഡക്ഷൻ ക്വാളിറ്റി. കോൺഫിഡന്റ് ഗ്രൂപ്പ് നല്ല കാശ് വാരി എറിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. അത് സ്ക്രീനിൽ കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ഉണ്ടായിരുന്നാലും നല്ലൊരു സ്ക്രിപ്റ്റിന്റെ കുറവ് ഒരു സിനിമയെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്നതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ഉദാഹരണമായിരുന്നു കോൺഫിഡന്റ് ഐഡന്റിറ്റി. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. ഐഡന്റിറ്റി അല്ല, ID. കേരളത്തിന്റെ ഓപ്പൺ ഹൈമർ ധ്യാൻ ശ്രീനിവാസന്റെ 2025 ആദ്യ റിലീസായിരുന്നു. അല്ലെങ്കിൽ 2025 എന്നുള്ള കണക്ക് പോട്ടെ, 2025 ആദ്യ ആഴ്ചയിലെ ആദ്യ റിലീസായിരുന്നു ID ദ ഫേക്ക്.
നമ്മുടെ ടൊവിനോ ഐഡന്റിറ്റി ഇറക്കിയ തൊട്ടടുത്ത ദിവസം തന്നെ ചെക്ക് വെച്ച് നമ്മുടെ ധ്യാൻ ID ഇറക്കി വിട്ടു. ഈ ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം. വർഷങ്ങൾക്ക് ശേഷത്തിലൊക്കെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച പുള്ളി എന്തിനിങ്ങനെ ആഴ്ചയ്ക്ക് ഓരോ ബോംബുകൾ പടച്ചു വിടുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പടത്തിന്റെ ഒക്കെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് ഇതിന്റെ അവസ്ഥ എന്താവുമെന്ന്. അതുകൊണ്ട് ഞാൻ തിയേറ്ററിന്റെ പരിസരത്തോട്ടേ പോയില്ല. ഇനി അബദ്ധവശാൽ നിങ്ങൾ ആരെങ്കിലും ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. എന്തിനായാലും ഈ സിനിമയുടെയും തിയേറ്ററിലെ വിധി മറ്റ് ധ്യാൻ ശ്രീനിവാസൻ പടങ്ങൾ പോലെ തന്നെ. രേഖാചിത്രം. മലയാളത്തിൽ നമ്മൾ പലതരം ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമകൾ കണ്ടിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം എടുത്തിട്ട് അതിൽ നമ്മുടേതായ ഫിക്ഷൻ കൂടി മിക്സ് ചെയ്ത് മാറ്റി കാണിക്കുക എന്നാണ്. ശരിക്കും അന്തന്മാര് നിന്നെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. ഒരു വടക്കൻ വീരകഥ, ഉറുമി, കാലാപാനിയൊക്കെ വേണമെങ്കിൽ അത്തരം ആൾട്ടർനേറ്റ് ഹിസ്റ്ററി പടങ്ങളാണെന്ന് പറയാം. രേഖാചിത്രം ആ ലിസ്റ്റിലെ ലേറ്റസ്റ്റ് എൻട്രിയാണ്. ഉറുമി വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് ബേസ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ രേഖാചിത്രത്തിൽ കാതോട് കാതോരം എന്ന മമ്മൂക്ക ചിത്രത്തെയാണ് ജോഫിൻ അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നല്ല ഡയറക്ടർ എന്ന പോലെ തന്നെ ഒരു കടുത്ത മമ്മൂക്ക ആരാധകൻ കൂടിയാണ് പുള്ളിക്കാരൻ. തന്റെ ആദ്യ സിനിമ മമ്മൂക്കയെ വെച്ച് തന്നെ ചെയ്ത ശേഷം രണ്ടാമത്തെ സിനിമയിലും മമ്മൂക്കയെ ജോഫിൻ കൊണ്ടുവന്നു. ടെക്നോളജി ഉപയോഗിച്ച് പുള്ളിക്കാരൻ കാതോട് കാതോരത്തിലെ മമ്മൂക്കയെ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ച് ഞെട്ടിച്ചു. ഈ പടത്തിൽ ശങ്കറൊക്കെ നെടുമുടി വേണുവിനെ കോടികൾ മുടക്കി വെച്ച് കോമാളിയാക്കി കാണിച്ചപ്പോഴാണ് ജോഫിൻ വളരെ കുറഞ്ഞ ചിലവിൽ ഇമാതിരി ഒരു ഞെട്ടിച്ചത്. ഇതൊരു ആസിഫ് അലി സിനിമയാണെന്ന കാര്യം ഞാൻ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ മറന്നുപോയില്ലേ? അത് തന്നെയായിരുന്നു തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴുള്ള എൻ്റെ അവസ്ഥ. കാരണം കാതോട് കാതോരം എന്ന സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് രേഖാചിത്രത്തിൽ. രാജേന്ദ്രൻ എന്ന സിദ്ദിഖ് അഭിനയിച്ച കഥാപാത്രം ഒരു മരണമൊഴി വീഡിയോ ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നു. അതിലെ ഒരു നിർണായക കൊലപാതകം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ കൊണ്ടെത്തിക്കുന്നത് കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിലാണ്. പിന്നെ ആ പഴയ കാലഘട്ടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആസിഫ് അലിയുടെയും ടീമിന്റെയും അന്വേഷണവും ഒക്കെയാണ് സിനിമ കാണിച്ചു പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ എന്നതിലുപരി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ എന്ന് നമുക്ക് വിളിക്കാം രേഖാചിത്രത്തെ. ലുക്ക് കൊണ്ടും പ്രകടനം കൊണ്ടുമൊക്കെ 80കളിലെ സിനിമാമോഹിയായ ഒരു തനി നാടൻ പെൺകുട്ടിയായി അനശ്വര രേഖ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി. ആസിഫ് അലിയുടെ പെർഫോമൻസിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. ഈ സിനിമ ഇത്രയും വലിയൊരു വിജയമാകാൻ കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് കാതോട് കാതോരം എന്ന സിനിമയും ആ സിനിമയുടെ റെഫറൻസുകളുമാണ്. അത് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ രേഖാചിത്രം എന്ന ഈ സിനിമ എന്താ പറയാ, മധുരമില്ലാത്ത പായസം പോലെയാണ്, വാട്ടക്കിഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. പിന്നെ ഇത്രയും വലിയ ഹിറ്റാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, ആസിഫ് അലി. ആസിഫ് അലിയുടെ മുഖം പോസ്റ്ററിൽ കണ്ടാൽ തന്നെ ആളുകൾ 100% വിശ്വാസത്തോടെ തിയേറ്ററുകളിലേക്ക് ഓടിക്കയറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. നല്ല കിടിലനൊരു സ്ക്രിപ്റ്റിനൊപ്പം കാതോട് കാതോരം പ്ലോട്ട് ബ്ലെൻഡ് ചെയ്തതും അതിന്റെ കൂടെ ജോഫിന്റെ നല്ലൊരു മേക്കിംഗ് കൂടി ആയപ്പോൾ 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ചാർട്ടിലേക്ക് എൻട്രി ആയി രേഖാചിത്രം. ആസിഫ് അലി എന്ന താരത്തിന്റെ തുടർച്ചയായ 50 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന സിനിമ എന്നതിനൊപ്പം തന്നെ മമ്മൂട്ടി ചേട്ടന് ഒരു ട്രിബ്യൂട്ട് കൂടിയായിരുന്നു രേഖാചിത്രം. പ്രാവിൻകൂട് ഷാപ്പ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിൽ വെറും ഒരു പേരല്ല, ഒരു ബ്രാൻഡാണ്. പുഷ്പ എന്നതൊരു ബ്രാൻഡാ. ആ ലോഗോ കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം പടം കിടിലമായിരിക്കുമെന്ന്, ഒരിക്കലും മോശമാവില്ലെന്ന്. അങ്ങനെ അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡക്ഷനിൽ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. സിനിമയുടെ പേര് പോലും അന്നേ വരെ കേട്ടിട്ടില്ലാത്തവർ വരെ ആ ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണണമെന്ന് ഉറപ്പിച്ചു. ഈ പ്രാവിൻകൂട് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ സ്ഥലമല്ല കേട്ടോ, ശരിക്കുമുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിലെ മാപ്രാണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷാപ്പാണ് പ്രാവിൻകൂട് ഷാപ്പ്. അന്യായ റിവ്യൂസ് ആണ് ഈ ഷാപ്പിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ സിനിമയിലേക്ക് വന്നാൽ അത്ര നല്ലൊരു റിവ്യൂസ് ഒന്നും അല്ല ഈ സിനിമയ്ക്ക് കിട്ടിയത്. ആദ്യ ദിനം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മിക്സഡ് റെസ്പോൺസസ് ആണ് മൊത്തത്തിൽ പടത്തിന് വന്നത്. അതിനൊരു പ്രധാന കാരണവും ഇതിന്റെ ട്രെയിലർ തന്ന ഹൈപ്പ് ആയിരിക്കണം. തൊട്ടതെല്ലാം ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫ് പോലീസ് വേഷത്തിലെത്തുന്നു. അതിനൊപ്പം സൗബിന്റെ വ്യത്യസ്തമായ കഥാപാത്രം, ഇതിന്റെ ഒക്കെ കൂടെ ഷൈജു ഖാലിദിന്റെ DOPയും. ഇതൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തിയവർക്ക് കിട്ടിയത് പക്ഷേ ഒരു ശരാശരി അനുഭവമായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് ആയിരുന്നു ഈ പടത്തിൻ്റെത്. അതിനൊപ്പം തന്നെ കിടിലൻ മേക്കിംഗ് കൂടി ആയിരുന്നു പടം മൊത്തത്തിൽ. പക്ഷേ ഈ അസ്ഥാനത്തുള്ള ഡാർക്ക് ഹ്യൂമറും സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റിൽ വന്ന ചില പാളിച്ചകളുമൊക്കെ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസസ് വരാൻ കാരണമായി എന്ന് വേണം പറയാൻ. ബേസിൽ ജോസഫിന്റെ തുടർച്ചയായ ഹിറ്റ് സ്ട്രീക്കിന് ഒരു ബ്രേക്ക് കൂടി വീണു പ്രാവിൻകൂട് ഷാപ്പ് വഴി. സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ മറ്റ് സിനിമകൾ പോലെ തന്നെ വലിയ വിജയമാവേണ്ടിയിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു
പ്രാവിൻകുടി ഷാപ്പ്. എനിക്ക് എന്തായാലും ഈ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പക്ക തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു പ്രാവിൻകുടി ഷാപ്പ്. ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റിൽ പറയുക. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. നേരത്തെ അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിനെ പറ്റി പറഞ്ഞ പോലെ പറയേണ്ട മറ്റൊരു പേരാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾക്കെല്ലാം ഒരു മിനിമം നിലവാരം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഇന്ന് മലയാള സിനിമാ പ്രേക്ഷകർക്കുണ്ട്. ആ ഒരു മിനിമം നിലവാരമില്ലേ, അത് അങ്ങനെ പുലർത്തിയ, ഒട്ടും അതിന് മുകളിൽ പോകാത്ത, അതിന് താഴേക്കും പോകാത്തൊരു സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഗൗതം മേനോന്റെ ആദ്യ മലയാള സംവിധാന സംരംഭം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂക്ക തന്നെ നിർമ്മിച്ച് അഭിനയിക്കുന്നു. പക്ഷേ റിലീസിന് മുൻപ് ഒട്ടും ഹൈപ്പ് ഇല്ലാത്തൊരു സിനിമയായിരുന്നു ഇത്. കാരണം പറയണ്ടല്ലോ, GVM എഫക്റ്റ് എന്ന്. പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങുമോ ഇല്ലയോ എന്ന് വരെ പലരും പേടിച്ചിരുന്നു. കാരണം ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകൾ ഇതിന്റെ യാതൊരു അപ്ഡേറ്റുകളും ഇല്ലാതെയാണ് പോയത്. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ചറപറ അപ്ഡേറ്റുകൾ വന്നു. അതുകൂടാതെ ഒരു ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും ഇതെന്നും നമ്മളിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സിനിമ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൈസായിട്ട് തെറ്റിച്ചു. ഈ സിനിമയുടെയും ഡ്രോബാക്ക് സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ലൊരു പ്ലോട്ട് ആയിരുന്നു സിനിമയുടേത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് പടം കയറി ഒരു കൊളുത്തുമെന്ന്. പിന്നെ മനസ്സിലായി കൊളുത്താൻ പോവാൻ പോലും ഉള്ളത് ഇതിലില്ല. നമ്മൾ ഇടയ്ക്ക് കണ്ട ഒരു പ്രമുഖ തമിഴ് സിനിമയുടെ ക്ലൈമാക്സുമായി ഈ സിനിമയുടെ ക്ലൈമാക്സിന് ചെറിയൊരു സാമ്യം എനിക്ക് തോന്നിയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ അത് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലോട്ട് കടക്കുന്നില്ല. എന്തു തന്നെയായാലും നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെയും ഗോകുലിന്റെയും പെർഫോമൻസുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പടത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്കതായി പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഫ്ലോപ്പായി മാറി ഡൊമിനിക്. പൊന്മാൻ. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ബേസിലിനെ കണ്ടാൽ പിന്നെ പടം കിടുവാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മളിൽ പലരും. പ്രാവിൻകുടി ഷാപ്പ് എന്തായാലും ആ വിശ്വാസം തെറ്റിച്ചു. പക്ഷേ ഈ പടം അതിനെ വീണ്ടും മാറ്റി പറയിച്ചു. കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ് ഈ സിനിമയുടെ കഥയും. സത്യം പറഞ്ഞാൽ പ്രാവിൻകുടി ഷാപ്പിന് മുന്നേ റിലീസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന കളക്ഷനേക്കാൾ ഒരുപാട് മുകളിൽ കിട്ടിയനെ പൊന്മാന്. അമ്മാതിരി കിടിലൻ ഐറ്റമാണ് ജ്യോതിഷ് ശങ്കർ എന്ന സംവിധായകൻ പണി വച്ചിരിക്കുന്നത്. അതും പുള്ളിയുടെ ആദ്യ സംവിധാന സംരംഭത്തിൽ തന്നെ. ഈ ജ്യോതിഷ് ശങ്കർ ഒരു ആർട്ട് ഡയറക്ടർ ആയിരുന്നു. ഒരുപാട് സിനിമകളിൽ പുള്ളി ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷത്തെ അതിലെ എക്സ്പീരിയൻസ് മുഴുവൻ ഈ സിനിമയിൽ കാണാനുമുണ്ട്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇതിനു മുന്നേയും പുള്ളിയുടെ പല കഥകളും ഇങ്ങനെ സിനിമയാക്കിയപ്പോൾ അതൊന്നും പ്രേക്ഷകരെ അത്രത്തോളം അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല. അതിപ്പോ കാപ്പയായിരുന്നാലും തെക്കൻ തല്ലുകേസ് ആയിരുന്നാലും ഒക്കെ ഒരു നോവൽ വായിച്ച് നമുക്ക് കിട്ടിയ ഒരു പൂർണ്ണ സംതൃപ്തി ഈ പറഞ്ഞ സിനിമകളിൽ നിന്നൊന്നും ആളുകൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കിട്ടിയില്ല. എന്നാൽ പൊന്മാന്റെ കേസിൽ അങ്ങനല്ല. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തും വിധത്തിലാണ് ജ്യോതിഷ് ശങ്കർ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. മൺട്രോ തുരുത്തിന്റെ ഭംഗി കാണിക്കുന്ന കിടിലൻ ഫ്രെയിമുകൾക്കൊപ്പം അവിടുത്തെ നാട്ടുകാരുടെ ജീവിതവും പച്ചയായി കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമയിൽ. PP അജേഷ് എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു ബേസിലിന്റെ PP അജേഷ്. മലയിടിഞ്ഞു വീണാലും അജേഷ് വീഴത്തില്ല. അമ്മാതിരി ഒരു കിടിലൻ ക്യാരക്ടർ. ബേസിലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇതിൽ. ആ കഥാപാത്രത്തിന്റെ ധൈര്യം, ഹാസ്യം, നിസ്സഹായാവസ്ഥ എല്ലാം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ജെന്യുവിനായി അതിഗംഭീരമായി ബേസിൽ ചെയ്തു. ബേസിലിനെ പോലെ തന്നെ ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടന്മാരും നടികളും ഒക്കെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ആനന്ദ് മന്മഥൻ. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഈ സിനിമ ആനന്ദിന്റെ സിനിമയായിട്ട് തന്നെയാണ് തോന്നിയത്. അതായത് പുള്ളിയാണ് ഈ പടത്തിലെ നായകൻ. പുള്ളിയുടെ കഥയിലേക്ക് ബേസിലും സജിൻ ഗോപുവും ദീപക് പറമ്പോലും ഒക്കെ ഇങ്ങനെ വന്നു ചേരുന്നതായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പടം എന്തായാലും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ അത്ര ഒരു തള്ളിക്കയറ്റം ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു. കാരണം അത്ര വലിയൊരു പ്രൊമോഷനൊന്നും ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയണം. അജിത് വിനായക ഫിലിംസ്. അവര് പ്രൊഡ്യൂസ് ചെയ്ത മിക്ക പടങ്ങളും വൻ പരാജയമായിരുന്നു. അതിൽ കുറച്ചെങ്കിലും ഒരു നല്ല അഭിപ്രായം നേടിയത് എനിക്ക് തോന്നുന്നു ഗഗനചാരിയും മദനോത്സവമായിരുന്നു. അഭിപ്രായം മാത്രമല്ല, കുറച്ചെങ്കിലും കളക്ഷൻ ലഭിച്ചതും ഈ 2 സിനിമകൾക്കുമായിരുന്നു. സത്യത്തിൽ പുള്ളിയെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെയാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് ആവശ്യം. കാരണം ഗഗനചാരി പോലൊരു പടമൊക്കെ വേറെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. 394 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. പൊന്മാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ അത്തരത്തിലൊരു കിഡിലൻ സാധനമായിരുന്നു. ഈ സിനിമ ഒരു നല്ല വിജയമായി പുള്ളിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ, ചെന്നൈ. അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ് അല്ലേ? വിചാരം? അതുപോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ
എം മോഹനൻ. ഇതിനു മുന്നേ ഇവർ ഒന്നിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു അതിഗംഭീര സിനിമയായിരുന്നു അരവിന്ദന്റെ അതിഥികൾ. അരവിന്ദന്റെ അതിഥികൾ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം എം മോഹനന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസൻ നായകനായ സിനിമയാണ് ഒരു ജാതി ജാതകം. ഈ സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് പടത്തിന്റെ പ്ലോട്ട്. കല്യാണപ്രായമായി അത് നടക്കാതെ നീണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചു പോകുന്നത്. ചുമ്മാ കാണിച്ചു പോവുകയല്ല, ഹാസ്യരൂപേണ നല്ല കിടിലൻ കോമഡികളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നു. വിനീത് ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രമെങ്കിലും പഴയ ചില രാജസേനൻ പടങ്ങളൊക്കെ പോലെ പുള്ളിക്കൊപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. നിഖില വിമൽ, മൃദുൽ നായർ, താഹ, ചിപ്പി ദേവസി, കയതു ലോഹർ, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ഈ പടം. വിനീത് ശ്രീനിവാസന്റെ സേഫ് സോൺ ആണ് കോമഡി. അത് പുള്ളിക്കാരൻ ഈ പടത്തിൽ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ റിലീസായ ദിവസം തന്നെ ഒരുപാട് നെഗറ്റീവുകൾ കണ്ടിരുന്നു. പക്ഷേ ആ നെഗറ്റീവിനൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ചില പോസിറ്റീവുകളും ഉണ്ട്. കുറെ പേർ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞത് അവർക്ക് അത്ര ചിരി വന്നില്ല, ഇതെന്താ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത് എന്നൊക്കെയായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനൊരു സ്ട്രോങ് ആയ ഒരു കഥയോ അങ്ങനെ ഒന്നുമില്ല. കഥാപാത്രങ്ങളാണെങ്കിൽ ഒട്ടും ഇംപ്രസീവുമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, കോമഡി, അത് കുറച്ചു പേർക്ക് വർക്കായി. LGBTQ കമ്മ്യൂണിറ്റിയെ പൊക്കി പറഞ്ഞു, അതുപോലെ തന്നെ വിമർശിച്ചും കൊണ്ടുള്ള ഡയലോഗുകൾ പടത്തിലുണ്ട്. ഒരുപാട് ഒഫൻസീവായ ഡയലോഗുകൾ സിനിമയിലുണ്ട്. പുരോഗമനം എന്ന നല്ലൊരു ആശയത്തിനപ്പുറം ഓവർ പുരോഗമനം പുലമ്പി ഷോ കാണിക്കുന്ന പലരെയും വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് സിനിമയിൽ. എന്തായാലും സിനിമയ്ക്ക് പൊതുവിൽ രണ്ട് അഭിപ്രായമാണ്. പക്ഷേ വേണ്ടത്ര പ്രൊമോഷൻ ഇല്ലായ്മയും തള്ളിക്കയറ്റവും ഇല്ലാത്തത് കൊണ്ട് പടം വൻ വിജയമാവാനുള്ള ചാൻസ് ഒന്നുമില്ല. സ്റ്റിൽ ഡീസന്റ് ക്രൗഡ് പടത്തിനുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടറിയണം ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് വേർഡിക്റ്റ്. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിൽ 2025 ജനുവരി മാസം റിലീസായി വിജയമായതും പരാജയമായതുമായ ചില സിനിമകൾ. പിന്നെ ഈ സിനിമകളൊന്നും കൂടാതെ അരിസ്റ്റോ സുരേഷിന്റെ മിസ്റ്റർ ബംഗാളി, ഒരുമ്പെട്ടവൻ, ദി മലബാർ ടെയിൽസ്, എന്ന് സ്വന്തം പുണ്യാളൻ, ഏം വഴി തനി വഴി, എമറാൾഡ്, ഓഫ് റോഡ്, അമ്മ, അൻപോട് കൺമണി, അവിരാച്ചന്റെ സ്വന്തം ഇണങ്ങത്തി, ബസ്റ്റി, 4 സീസൺസ്, ദേശക്കാരൻ, പറന്നു ചെല്ലാൻ എന്നിവയൊക്കെയാണ് ജനുവരി റിലീസായി വൻ പരാജയമായി മാറിയ സിനിമകൾ. പിന്നെ ഈ പറഞ്ഞ സിനിമകളൊന്നും അല്ലാതെ ചില സിനിമകളും കഴിഞ്ഞ മാസം റിലീസായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ റിലീസായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. എന്ത് തന്നെയായാലും സിനിമ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അതിന് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെയും നഷ്ടം തന്നെയാണ്. എന്ത് തന്നെയായാലും നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ. ഈ ജനുവരി മാസം ഉണ്ടായ നഷ്ടങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തെ സിനിമകളിലൂടെ മലയാള സിനിമയും അതിൻ്റെ നിർമ്മാതാക്കളും ഒക്കെ നികത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.